പിന്നെ കല്യാണം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാ കുടുംബക്കാരും ചേർന്ന് പൈസ പിരിച്ചിട്ടൊക്കെയാണ് കല്യാണം നടത്തണം. അപ്പം നിങ്ങളും ഒന്നും മനസ്സിൽ വയ്ക്കാതെ എന്തേലൊക്കെ തന്ന് സഹായിക്കണം. ഇത്രയും അവസ്ഥ ആയതുകൊണ്ടാണ് വന്ന് ചോദിക്കണത്. എൻ്റെ സങ്കടം എനിക്കല്ലേ അറിയുള്ളൂ. 3 പെൺകുട്ടികളല്ലേ. വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ഉള്ളൊരു വഴി കാണിക്കും. പെൺകുട്ടിയുടെ കാര്യമല്ലേ, എല്ലാവരും സഹായിക്കും. ഷമീർ വരട്ടെ, അവനോട് ഞാൻ പറഞ്ഞിട്ടേ എന്തെങ്കിലും കാര്യമായിട്ട് എടുക്കാൻ നമുക്ക്. വിഷമിക്കൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ പഴയതൊന്നും മനസ്സിലാക്കാണ്ട് എന്നെ കണ്ടതും പറഞ്ഞില്ലേ, ഒത്തിരി സന്തോഷമായി. നിങ്ങളെല്ലാവരും വായോ നേരത്തെ. നിങ്ങളൊക്കെയാണ് നേരത്തെ വരണം. അവിടെ എല്ലാ കാര്യങ്ങൾക്കും അവനോടും പറയണം കേട്ടോ. ഒരാഴ്ച മുമ്പേ വരാൻ നോക്കിക്കോളൂ. ഞാൻ പോട്ടെ എന്നാ. ഇനി ഒരുപാട് ഇല്ല, കുഴപ്പമില്ല. ഒരുപാട് വീട്ടിൻ്റെ അടുത്തുള്ളതൊന്നും വിളിച്ചിട്ടില്ല, ദൂരം വിളി കഴിഞ്ഞിട്ടുള്ളൂ. ശരിട്ടാ. പാവം മനുഷ്യൻ എങ്ങനെ ജീവിച്ചതാ, ഇപ്പം ഇങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യുക, മനുഷ്യൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെ. മാനേജറിൻ്റെ പാർട്ടി എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. ഓ, ഇനിയിപ്പോൾ നാളെ സൺഡേ അല്ലേ, ഉറങ്ങാം. ആ ഉമ്മ. ഓ ആ, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ പാർട്ടിയൊക്കെ? ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ചില്ലേ? പാർട്ടിക്ക് അടിപൊളിയായിരുന്നു അമ്മ. അതെ മോനെ, പിന്നെ ഒരു കാര്യം പറയണം. കുഞ്ഞിപ്പോ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം പറയാൻ. മോളുടെ കല്യാണത്തിന് എന്താ കോലം മോനെ, വയസ്സായ പോലെ താടി നരയൊക്കെ നരച്ച് ചാതി കോലം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നൊന്നുമില്ല. അപ്പോൾ മോളുടെ കല്യാണമാണ്, ഒന്നിനും വിളിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടാകണ്ട. ഷമീറിനോട് പ്രത്യേകം പറയണം, എല്ലാവരും വന്ന് നിന്ന് നടത്തി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. മോനെ എന്തായാലും പോകണം കേട്ടോ. അത് മാത്രമല്ല, എന്തെങ്കിലും കൊടുക്കണം. കുഞ്ഞിപ്പ? ഏത് കുഞ്ഞിപ്പ? നമ്മുടെ കാലത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞു പോയതല്ലേ കുഞ്ഞിപ്പാടെ കാര്യം മിണ്ടണ്ടാന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കല്യാണം വിളിക്കണില്ല. ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അല്ലേ കുഞ്ഞിപ്പ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനൊന്നും പറയില്ലടാ, നീ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനൊന്നും പറയില്ല. ഞാൻ നേരിട്ട് കാണാത്ത കുറവ് മാത്രമേ ഉള്ളൂ. മുൻപൊക്കെ ഇയാളൊക്കെ എത്ര വട്ടം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ, എന്നെ മൈൻഡ് പോലും വെക്കില്ല. അന്ന് തന്നെ എത്ര എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. എന്നിട്ട് ബന്ധം അവർ സ്ഥാപിക്കാൻ വന്നിരുന്നു. ബന്ധം എന്തിനാ ബന്ധം? നമുക്ക് അന്ന് തന്നെ മുറിച്ചിട്ടതന്നെയാണല്ലോ. എന്തൊക്കെ പ്രശ്നം നടന്നു, ഇതൊക്കെ മറന്നൂല്ലേ അമ്മ? എന്തിനാ മോനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? മനസ്സിൽ വെച്ച മെയ്ത്ത് കനെന്നാ പറയാ. അതെ, നമ്മളൊക്കെ മരിച്ചു പോണവരാ. ഇതൊക്കെ കൊണ്ടു നടക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ നീ എന്തോ ചെയ്യും. ഒന്നും ചെയ്യാനൊന്നുമില്ല. അതെ, ഇവിടെ നിന്ന് കല്യാണത്തിന് പോവില്ല. ഒരു ഗ്ലാസ് ചായ എടുത്തേ, ഞാൻ കുളിച്ചിട്ട് വരാം. പറയേണ്ടത് പറഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം.